രാജീവ് ചന്ദ്രശേഖർ പ്രശാന്തമായി ഈ ഒരു രാഷ്ട്രീയ ഡെവലപ്മെന്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിലേക്ക് പോകാം. സാർ, ഒരുപാട് കാലമായി 2020 ഒരു മുന്നണിയുടെ ഭാഗമാകാതെ നിൽക്കുകയായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടരികിലെത്തിക്കുമ്പോൾ ഇങ്ങനൊരു വരവ് അത് BJP എങ്ങനെ കാണുന്നു? അല്ല, അത് സാബുജി പറഞ്ഞല്ലോ. ഇതുവരെ എന്നോട് ചോദിച്ചാലും ഒരു 4 കൊല്ലം മുമ്പേ 2 കൊല്ലം മുമ്പേ എന്നോട് ചോദിച്ചാൽ ഇവിടെ ആർക്കാണ് പിന്തുണ കൊടുക്കേണ്ടതെന്ന് എന്നോട് ചോദിച്ചാൽ അവിടെ ആരുമില്ലല്ലോ. CPM-ഉം കോൺഗ്രസ് ചെയ്ത് പണിയും അവർ നശിപ്പിച്ച സ്ഥിതി എല്ലാവർക്കും അറിയാം. അവർ ചെയ്യുന്ന വിവാദ രാഷ്ട്രീയത്തിന് ആർക്കും പിന്തുണ കൊടുക്കാൻ ഒരു താല്പര്യമില്ല. ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഈ നാട്ടിൽ. നാടിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്ര കൊല്ലം 45-50 കൊല്ലമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. LDF ഭരിച്ച് അവർ തകർത്ത് കടന്നിട്ട് UDF-ന് വോട്ട് കൊടുക്കുക. UDF 5 കൊല്ലം അഴിമതി ചെയ്താൽ പിന്നെ LDF-ന് വോട്ട് കൊടുക്കുക. അതിലൊരു മാറ്റമാണല്ലോ ഇപ്പോൾ വരുന്നത്. ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൃത്യമായ ഒരു മെസ്സേജ്, BJP ജയിക്കില്ല എന്ന് പറഞ്ഞ ഒരു പ്രചരണം, NDA ജയിക്കില്ല എന്ന് പറഞ്ഞൊരു പ്രചരണം, വികസന രാഷ്ട്രീയം ഇവിടെ ജയിക്കില്ല എന്ന് പറഞ്ഞൊരു പ്രചരണം, അതെല്ലാം ഇനി പൊളിഞ്ഞു. ഇനി വരാൻ പോകുന്ന കാലം, ഞാനിത് ഏറ്റവും റെസ്പെക്ട്ഫുള്ളി റെസ്പോൺസിബിളി പറയണേ, ഈ വിവാദ രാഷ്ട്രീയത്തിൻ്റെ സ്പേസ് കമ്മിയാവും, വികസന രാഷ്ട്രീയത്തിൻ്റെ സ്പേസാണ് വർദ്ധിക്കാൻ പോകുന്നത്. ഇവിടെ ഈ നാട്ടിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറങ്ങിയാൽ മാത്രമേ ജനങ്ങൾ ഇനി വരാൻ പോകുന്ന കാലത്തിൽ പിന്തുണ തരാൻ തയ്യാറ്. കാരണം ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. NDA ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് ഒരു കോമ്പറ്റിറ്റീവ് രാഷ്ട്രീയമാണ്, വികസന രാഷ്ട്രീയമാണ്. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഞങ്ങളൊപ്പം കമ്പീറ്റ് ചെയ്യാൻ ആർക്കെങ്കിലും ധൈര്യവും താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ ഇവർക്ക് അതിനെക്കുറിച്ച് കഴിവില്ല. അതുകൊണ്ടാണ് 2020, ഞാൻ കുറേ കാലം മുമ്പേ 2020 പഠിച്ച ആളാണ്. ശരിക്കും ആത്മാർത്ഥമായ സിൻസിയറായിട്ട് പ്രവർത്തിച്ച് ഡെവലപ്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങളുടെ കാഴ്ചപ്പാടും ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും 2020 തമ്മിൽ ഒരു വ്യത്യാസമില്ല, ഒരു ഗ്യാപ്പുമില്ല. അപ്പോൾ ഇതൊരു നാച്ചുറൽ ഫിറ്റാണ്. NDAക്ക് ഗുണം ചെയ്യും, ജനങ്ങൾക്ക് ഗുണം ചെയ്യും, കേരളത്തിന് ഗുണം ചെയ്യും. ഈ 2020 പോലൊരു പാർട്ടി എറണാകുളം ജില്ലയിലെ ചില മേഖലയിൽ മാത്രം സ്വാധീനമുള്ള പാർട്ടി, അങ്ങനൊരു പാർട്ടിയെ NDAയിലേക്ക് എടുത്തൊരു അങ്ങനൊരു മെസ്സേജ് കൊടുക്കുമ്പോൾ കേരളത്തിലാകെ അതിൻ്റെ ഒരു മാറ്റം അതുകൊണ്ട് അല്ല, ഇത് അങ്ങനെ പൊളിറ്റിക്കൽ അരിത്മെറ്റിക്കും കണക്ക് അങ്ങനെ നോക്കരുത്. കാരണം ഇതിൻ്റെ കണക്ക് അങ്ങനെയല്ല, ഒരു സീറ്റിൻ്റെ കണക്കല്ല. ഞങ്ങൾ ഇതൊരു മൂവ്മെൻ്റായിട്ട് കാണുന്നു. ഒരു 10-12 കൊല്ലമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി 2020 വികസനം ഒരു ലെജിറ്റിമേറ്റ് പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് ആണ് എന്ന് ഈ അസംബ്ലി ഇലക്ഷൻ പറയുമ്പോൾ അത് ഞങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ ഒരു വാലിഡേഷനാണ്. അപ്പോൾ ഇത് നാടിൽ നടക്കുന്ന ഒരു മാറ്റത്തിൻ്റെ ഒരു സൈനാണ്. ഈ നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തിൽ വരാൻ പോകുന്ന മാറ്റം, വന്ന മാറ്റം അതിൻ്റെ ഒരു 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 തെളിവാണ്. ഇതാണ് ഫ്യൂച്ചർ. വികസന രാഷ്ട്രീയമാണ് ഫ്യൂച്ചർ. വിവാദ രാഷ്ട്രീയത്തിൻ്റെ കാലങ്ങൾ കഴിഞ്ഞു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ 2020 ആ രീതിയിൽ തന്നെ അവിടെ എറണാകുളം ജില്ലയിൽ കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യുമോ? അതായത് ഞാൻ ഉദ്ദേശിക്കില്ല, അതല്ല നമ്മൾ ഇന്ന് തീരുമാനിക്കും. എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരു പാർട്ടിയാണ്. കാരണം അവർ ഒരു സിംഗിൾ ഹാൻഡഡ്ലി ഇങ്ങനെ ഇതെല്ലാം സഹിച്ച് LDF-ൻ്റെയും UDF-ൻ്റെയും ഉപദ്രവങ്ങളെല്ലാം സഹിച്ച് വളർന്നൊരു പാർട്ടിയാണ്. അപ്പോൾ വളരെ അഭിമാനമുണ്ട്, ബഹുമാനമുണ്ട്. അപ്പോൾ അവർ ഒപ്പം ഇരുന്ന് എവിടെയാണ് മത്സരിക്കാൻ അവർക്ക് താല്പര്യം, കാൻഡിഡേറ്റ്സ്, അതെല്ലാം NDAയിൽ നല്ലൊരു ഓപ്പൺ ചർച്ചയായിരിക്കും. വിന്നബിൾ കാൻഡിഡേറ്റ്സ് ആയിട്ട് ഞങ്ങൾ പ്രവർത്തിക്കും. അവരെ ജയിപ്പിക്കും, അവർ ഞങ്ങളെയും ജയിപ്പിക്കും. LDF-ഉം UDF-ഉം ആയിട്ട് സഹകരിക്കാത്തൊരു പാർട്ടി വരുന്നതുകൊണ്ട് തന്നെ അത് വലിയ ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ പാർട്ടികൾ NDAയുടെ ഭാഗമാകും എന്ന് പ്രതീക്ഷിക്കാമോ? കൂടുതൽ രാഷ്ട്രീയക്കാർ NDAൻ്റെ ഭാഗമാവും, കൂടുതൽ ജനങ്ങൾ NDAക്ക് പിന്തുണ തരും, കൂടുതൽ പാർട്ടികൾ വരുന്ന കാലത്ത് NDAക്ക് പിന്തുണ തരും. അത് ഞങ്ങൾ നോക്കുന്നത് ഈ അസംബ്ലി ഇലക്ഷൻ മാത്രമല്ല, ഞങ്ങളെല്ലാം ഈ മാറ്റം എന്ന് പറയുമ്പോൾ ഇതൊരു മീഡിയം ടു ലോങ് ടേം മാറ്റമാണ് ഞങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതൊരു ഷോർട്ട് റേസ് അല്ല, ഇതൊരു മാരത്തോണാണ്. ഓക്കെ, താങ്ക് യു.